ഗുഡ് ഈവനിങ്. ഇന്ന് നമുക്കൊരു പുതിയ പെയിന്റിംഗ് ചെയ്താലോ? ഈ ഒരു ഫ്ലവർ പരിചയമല്ലാത്ത അധികം ആരും തന്നെ ഉണ്ടാവില്ല അല്ലേ? പെയിന്റിങ്ങും ക്രാഫ്റ്റിങ്ങും ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രമല്ല ഈ ഒരു ഫ്ലവർ പരിചയം. ഇപ്പോൾ ജ്വല്ലറീസ് ആയാലും അല്ലെങ്കിൽ എന്തെങ്കിലും പെൻഡൻ്റ് ആയാലും ഒക്കെ തന്നെ കൂടുതൽ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ഒരു എന്താ ഒരു ലോഗോ എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം. അങ്ങനെയുള്ളൊരു ഫ്ലവറാണിത്. ഈ ഒരു ഫ്ലവർ നമ്മൾ എവിടെ നോക്കിയാലും കാണും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന കാര്യം അതല്ല, ട്രെൻഡിങ്. പണ്ടൊക്കെ ഒരു ട്രെൻഡ് കഴിഞ്ഞ് പുതിയ ട്രെൻഡ് വരാൻ കുറച്ചൊരു ടൈം ഗ്യാപ്പ് ഉണ്ട്. അതായത് ഒന്ന് മാറി അടുത്തതിലോട്ട് പോകാനുള്ള അല്ലെങ്കിൽ അത് അഡോപ്റ്റ് ചെയ്യാനുള്ള ഒരു ടൈം നമുക്ക് കിട്ടാറുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ നമ്മുടെ ഒരു സമയം അതങ്ങനെയല്ല. കാരണം ഒരു ട്രെൻഡ് വന്ന് അതിന് കൂടെ ചേർന്നായിരിക്കും അടുത്തത് വരുന്നത്. എന്താ പറയുക, ഈ ട്രെയിനിൻ്റെ പുറകിൽ നിന്ന് പുതിയ ബോഗികൾ വരുന്ന പോലെ ഇന്നത്തെ കാലഘട്ടത്തിൽ ട്രെൻഡ് ആയാലും എന്ത് കാര്യങ്ങളായാലും ഇങ്ങനെ അടുപ്പിച്ചടുപ്പിച്ച് പെട്ടെന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളും അതിൻ്റെ പിറകെ അതുപോലെ തന്നെ പോയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഔട്ട്ഡേറ്റഡ് ആയി പോകും. പക്ഷേ നമുക്കിത് അഡോപ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ക്യാച്ചപ്പ് ചെയ്യാനുള്ളൊരു ടൈം വേണമല്ലേ? എല്ലാ ആൾക്കാർക്കും അത് പെട്ടെന്ന് ക്യാച്ചപ്പ് ചെയ്ത് അതിൻ്റെ കൂടെ പോകാൻ പറ്റിയിട്ടുണ്ടായിരിക്കണമെന്നില്ല. അപ്പോൾ ഈ ഒരു പ്രശ്നം നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? എൻ്റെ ഈയിടെയായിട്ടുള്ള ചിന്ത ഇതൊക്കെയാണ്.